ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഇന്ന് വിഭൂതി ബുധനാഴ്ച, നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അനുതാപത്തോടുകൂടി ജീവിത വഴികളിലേക്ക് ഒരു എത്തിനോട്ടം, ഒപ്പം കൂടുതൽ ശക്തിയോടുകൂടി ദൈവത്തിങ്കിലേക്കുള്ള ഒരു യാത്ര. നല്ലൊരു നോമ്പുകാലം നേരുക. ഈശോനെ ശരിക്കും അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നോമ്പുകാലത്തില് പ്രധാനമായിട്ട് നമ്മളെ ക്ഷണിക്കുക പ്രാർത്ഥനയിലേക്കും ദാനധർമ്മത്തിലേക്കും ഉപവാസത്തിലേക്കാണ്. നീ ചെയ്യുന്നതൊക്കെ നിന്റെ ദൈവം കാണാൻ വേണ്ടി മാത്രമായിരിക്കണം എന്നുള്ളതാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നീ ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ്. പക്ഷെ നിന്റെ ദൈവത്തിന് വേണ്ടി നീ ഒരുപിടി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആഴമേറിയ പ്രാർത്ഥന, ആഴമേറിയ ദാനധർമ്മം, ഉപവാസം എല്ലാം നിനക്ക് സാധിക്കട്ടെ. അങ്ങനെ നീ നിന്റെ ദൈവത്തിലേക്ക് ഈ കാലഘട്ടത്തിൽ വളരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നില സാന്നിധ്യത്തിന് നന്ദി പറയാം. ഈശോയെ, ഈ നോമ്പുകാലം നിന്നിലേക്ക് തിരിയുവാനുള്ള ഒരു കാലഘട്ടമാക്കി ഈ വ്യക്തിക്ക് മാറ്റിക്കൊടുക്കുകയെന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, ദാനധർമ്മത്തിലൂടെ എല്ലാം ഹൃദയത്തെ നിന്നോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് സാധിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിത രക്ഷാ